നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. എൻ്റെ സ്വന്തം രചനയിലുള്ള കഥ സീത. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട് കാനനവാസത്തിൽ കണ്ണീരൊഴുക്കി ജീവിച്ചു തീർത്ത രാമായണത്തിലെ സീതയുടെ കഥയല്ല ഇത്. ജീവിതം ജീവിച്ചു പോകാൻ പ്രയത്നിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് നമ്മുടെ കഥയിലെ നായിക സീത. അതിരാവിലെ തന്നെ അയൽ വീടുകളിൽ പോയി ജോലി ചെയ്തിട്ട് വേണം 9 മണിക്ക് കമ്പനിയിൽ ജോലിക്ക് പോകാൻ. ധൃതിയിൽ മുറ്റമടിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് ആ വീട്ടിലെ കുട്ടി തൻ്റെ ഫോണുമായി ഓടി വന്നത്. അത് കുറേ നേരമായി റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കാൻ പോയാൽ നേരം വൈകും. ഫോൺ സ്പീക്കറിലിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് ജോലി തുടർന്നുകൊണ്ടിരുന്നു. സംസാരിച്ച് നടന്ന് ചങ്ങലയിൽ കിടന്ന ടിപ്പു സുൽത്താൻ്റെ അടുത്തെത്തിയത് അറിഞ്ഞതേയില്ല. സിംഹത്തെ പോലെയുള്ള ആ നായ ചാടി വീണെങ്കിലും ഷർട്ടിലേ പിടുത്തം കിട്ടിയുള്ളൂ. ഫോൺ തെറിച്ച് അതിൻ്റെ മുന്നിൽ തന്നെ വീണു. മൊബൈലിലെ സംസാരം കേട്ട് അതിനെ സൂക്ഷിച്ച് നോക്കി സിംഹത്തെ പോലെയുള്ള ഒരു നായ അവൻ്റെ ദേഷ്യം മുഴുവൻ അതിൽ തീർത്തു. അവൾ ആകെ വിഷമത്തിലായിരുന്നു. മറ്റുള്ളവരുടെ വിളിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരാശ്വാസമാണല്ലോ. ചെറുപ്പത്തിലെ ബന്ധുവീടുകളിൽ പോയി താമസിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ, സംസാരിക്കുന്നു, കാണുന്നു, എല്ലാം ഫോണിലൂടെയാണെന്ന് മാത്രം. ഏതായാലും ആ ചെറിയ ഫോണിന് പകരം പുത്തനൊരു ടച്ച് ഫോൺ തന്നെ ആ വീട്ടുകാർ അവൾക്ക് വാങ്ങിക്കൊടുത്തു. ഒരു വലിയ കുടുംബം തന്നെയാണത്. അച്ഛൻ, അമ്മ, കുട്ടികൾ, മുത്തച്ഛൻ, മുത്തശ്ശി, പക്ഷിമൃഗാദികൾ, അങ്ങനെ ഒരു ഉത്തമ കുടുംബം തന്നെ. ഇളയ കുട്ടിക്ക് 4 വയസ്സേ ഉള്ളൂ. എല്ലാത്തിനും അവന് സീതേച്ച് തന്നെ വേണം. കുളിപ്പിക്കണം, ചോറ് വാരി കൊടുക്കണം, ഉറക്കണം. ഒരിക്കൽ അവൻ്റെ തുടുത്ത കവിളുകളിൽ അമർത്തി ചുംബിച്ചപ്പോൾ അല്പം വേദനിച്ചു. അവൻ്റെ കരച്ചിൽ മാറ്റാൻ പെടാപ്പാട് തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടല്ല, അന്നത്തെ ജോലിയെല്ലാം അവൻ്റെ അമ്മയ്ക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത ജന്മം നൽകിയത് ലവകുശന്മാർക്കാണ്. നമ്മുടെ സീതയ്ക്കും 2 ആൺമക്കളാണ് ജനിച്ചത്. മൂത്ത മകന് കല്യാണപ്രായമായിരിക്കുന്നു. ഇന്നൊരു പെണ്ണിൻ്റെ ജാതകവുമായി ഒത്തുനോക്കാൻ പോയിരിക്കുകയായിരുന്നു. ഓ, ജാതകത്തിലൊക്കെ എന്തിരിക്കുന്നു, മനപ്പൊരുത്തമാണ് എല്ലാത്തിനും മീതെ. 10ൽ 10 പൊരുത്തവുമായിട്ടാണ് തൻ്റെ വിവാഹം നടന്നത്. എന്നിട്ട് എന്തായി? സീതയും രാമകൃഷ്ണനും തമ്മിൽ ചേർന്നെങ്കിലും ടീച്ചർ ജോലി നോക്കിയിരുന്ന സീതയ്ക്ക് ഈ ആലോചന അത്ര നല്ലതായിട്ട് തോന്നിയില്ല. തന്നേക്കാൾ സുമുഖനായ ആൾ തന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ഒരു തോന്നൽ. എന്നാലും വിവാഹം വളരെ ആർഭാടമായിട്ട് ഗംഭീരമായിട്ട് അമ്പലത്തിൽ വെച്ച് തന്നെ നടന്നു. രാമേട്ടന് മുന്നിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ ജീവിതം മുഴുവനും സന്തോഷമായിട്ടിരിക്കാൻ അവർ സർവേശ്വരനോട് പ്രാർത്ഥിച്ചു. ചുറ്റും നിന്നവരുടെ വായ്ക്കുരവയോ ആർപ്പുവിളികളോ ഒന്നും കാതിലെത്തിയില്ല. ആ പതിഞ്ഞ സംസാരവും ചിരിയുമായിരുന്നു മനസ്സിലപ്പോൾ. മുടി നിറയെ പൂചൂടി പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് കയറി വന്ന നവവധു മുറിയിൽ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവളെ നടുക്കി കളഞ്ഞു. മുന്നിൽ തുറന്നു വച്ച മദ്യക്കുപ്പിയും ഗ്ലാസും, ചുണ്ടിൽ എരിയുന്ന സിഗരറ്റ്. കൈകൾ വിറച്ചു. വേച്ചു വീഴാതിരിക്കാൻ മേശമേൽ അള്ളി പിടിച്ചിരുന്നു. സോറി, ശീലമായിപ്പോയി, ഇനി ആവർത്തിക്കില്ല. അയാളുടെ കുമ്പസാരം കേട്ട് അല്പമൊന്നയഞ്ഞെങ്കിലും മനസ്സിന് കടിഞ്ഞാണ്ടിടാൻ കഴിഞ്ഞില്ല. സ്നേഹപ്രകടനങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ മദ്യത്തിൻ്റെയും പുകയുടെയും രൂക്ഷഗന്ധം തളം കിട്ടിയ ആ മുറിയിൽ കഴിഞ്ഞില്ല. എങ്ങനെയോ ഇരുട്ടി വെളുത്തു. പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ കണ്ട് തളിരുകൾ അഹങ്കരിക്കുന്നുണ്ടാവുമോ? ഓരോന്ന് പ്രതീക്ഷിക്കും, സംഭവിക്കുന്നു മറ്റൊന്നും. നേരം പുലർന്നു. കിളികളുടെ കളകളാരവും അന്തരീക്ഷം ശബ്ദം മുഖരിതമാക്കി. ചാരിയിട്ട ജാലകപ്പഴുതിലൂടെ അരച്ചെത്തിയ പ്രകാശബിന്ദു അലമാരയിലെ കണ്ണാടിയിൽ തട്ടി മഴവിലുണ്ടാക്കി. കുപ്പിയും ഗ്ലാസും അയാൾ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഒഴിവാക്കാൻ നോക്കിയതാ, പറ്റിപ്പോയി. അയാളുടെ തേനിൽ ചാലിച്ച വാക്കുകൾക്ക് മാധുര്യമേറുന്നതായി തോന്നി. അവരൊന്നിച്ച് പാർക്കിലും ബീച്ചിലുമൊക്കെ പോയി. വലിയ ഒന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. മത്സരിച്ച് ജയിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തനത്തിനായി പോയ അയാൾ പിന്നീട് തിരിച്ചെത്തിയതേയില്ല. മക്കളോടൊപ്പം ഒറ്റയ്ക്കായി പോയ അവൾക്ക് ജീവിതം ജീവിക്കാൻ നന്നേ പാടുപെടേണ്ടി വന്നു. മക്കൾ വളർന്നു, ജോലി ചെയ്യാറായി. എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന അവൾക്ക് ദുഃഖത്തിൻ്റെ കരിമ്പടം വിരിച്ചിരിക്കുന്നത് നിഴൽ പോലും ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല. പുലരുമ്പോൾ മുതൽ വീടുകളിൽ പാർട്ട് ടൈം ജോലി ചെയ്തതും കമ്പനിയിൽ ജോലി ചെയ്തും ജീവിതം ഒരുവിധം കരക്കടിപ്പിച്ചപ്പോൾ വീണ്ടും മനോഹരമായി സ്വന്തം കൂട് വെച്ച് ചീഞ്ഞു നേർന്ന ശവക്കോട്ട തേടിപ്പോയ കഴുകൻ ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ വീണ്ടും പഴയ കൂട്ടിൽ തിരിച്ചെത്തി. ചീഞ്ഞഴുകിയ ശവത്തിൻ്റെ ഗന്ധവും പേറിയെത്തിയ കഴുകനെ വീണ്ടും സ്വീകരിക്കാൻ നിർബന്ധിതയായി. ഇന്ന് കമ്പനിയിൽ പോയത് വർക്കിംഗ് ഡ്രസ്സുമായിട്ടാണ്. തിരിച്ച് ആ വീട്ടിലെത്തി ജോലി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ആ മോന് സീതേച്ച് തന്നെ വാരി കൊടുക്കണം. നേരം വൈകിയിരുന്നു. പോകാൻ ആ കുട്ടി സമ്മതിക്കുന്നുമില്ല. സീതേച്ച് തന്നെ ഇന്ന് പോകണ്ട, സീതേച്ച് തന്നെ കിടക്കണ്ടേ, സീതേച്ചിക്ക് പേടിയാ, അവിടെയാണ് ഈ ചേട്ടായിമാരൊക്കെ ഇല്ലേ, അവൾ പറഞ്ഞു നോക്കി. മോൻ്റെയും മമ്മിയുടെയും പപ്പയുടെയും കൂടെ കിടക്കാലോ. നിഷ്കളങ്കമായ സംസാരം കേട്ട് ഉള്ളിൽ ചിരി പൊട്ടി. പോകാതെ ഒക്കില്ലല്ലോ, യാത്ര ചെയ്യാൻ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ പാതകൾ ഓരോന്നും.